ഹലോ ഹായ് നമസ്കാരം. വിക്കി കൗശൽ നായകനായി അഭിനയിച്ച ഛാവ എന്ന ഹിന്ദി സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. പക്ഷേ ഈ സിനിമയെ സ്പെഷ്യലാക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ ഫിലിമിൽ. അതിലൊന്നാമത്തേത് വിക്കി കൗശലിന്റെ പെർഫോമൻസ് തന്നെയാണ്. സംഭാജി മഹാരാജ് എന്ന കഥാപാത്രമായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് വിക്കി കൗശൽ ഈ ഫിലിമിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഹിന്ദി ഫിലിംസിൽ, പീരിയോഡിക് ഹിന്ദി ഫിലിംസിലൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഗ്രീൻ സ്ക്രീൻ ഇട്ട് ചെയ്യലാണ്. പക്ഷെ ഈ സിനിമയിലെ ആർട്ട് വർക്ക് നല്ല അടിപൊളിയായിട്ട്, രാജാവിന്റെ കൊട്ടാരവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി വർക്കായിരുന്നു. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് AR റഹ്മാന്റെ മ്യൂസിക് ആണ്. ഓരോ സീനിനും ആ BGM കൂടി വന്നു കഴിയുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റ് ആയിട്ടാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ AR റഹ്മാൻ BGM ചെയ്തു വെച്ചിട്ടുണ്ട്. സോങ്സും കൊള്ളായിരുന്നു. സോങ്സും അടിപൊളി സോങ്സ് ആയിരുന്നു. ഫിലിമിൽ തന്നെ AR റഹ്മാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. AR റഹ്മാന്റെ നല്ലൊരു, ഈ അടുത്ത് കണ്ടതിൽ നല്ലൊരു വർക്കായിട്ട് തന്നെയാണ് ഈ സിനിമയിലെ തോന്നിയത്. ലക്ഷ്മൺ ഉത്തേക്കർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന സിനിമ. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫിലിം മേക്കിംഗ് എന്ന് പറയില്ല, അതുപോലെയാണ് ഈ ഫിലിം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പേര് ഛാവ എന്നാണ്. ഹിന്ദിയിൽ ഛാവ എന്ന് പറഞ്ഞാൽ ലയൺസ് കബ് എന്ന് പറയും, സിംഹക്കുട്ടി. അപ്പോ ശിവാജി മഹാരാജ് എന്ന സിംഹത്തിന്റെ മകനായിട്ട്, സിംഹക്കുട്ടിയായിട്ടാണ്, സംഭാജി മഹാരാജ് എന്ന കഥാപാത്രമായിട്ടാണ് വിക്കി കൗശൽ ഈ ഫിലിമിൽ അഭിനയിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം വിക്കി കൗശൽ. വിക്കി കൗശലിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ബോളിവുഡിൽ ഇപ്പോൾ ഉള്ളതിൽ നന്നായിട്ട് അഭിനയിക്കുന്ന ചുരുക്കം ചില അഭിനേതാക്കളിൽ ഒരാളാണ് വിക്കി കൗശൽ. പുള്ളി നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഈ വേഷം ചെയ്തിരിക്കുന്നത്. ആ രാജാവിന്റെ ആ പ്രൗഢിയും ഓരോ ഡയലോഗ്സും നമുക്ക് രോമാഞ്ചം കിട്ടുന്ന രീതിയിലാണ് പുള്ളി അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് ഡയലോഗ് ഡെലിവറി എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി ആ വർക്ക് ചെയ്തിരിക്കുന്നത്, എഫേർട്ട് ഇട്ടിരിക്കുന്നത് ആക്ഷൻ സീക്വൻസിലൊക്കെ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വിക്കി കൗശലാണ് ജസ്റ്റ് വാച്ചബിൾ ആയ ഈ ഫിലിമിനെ അതിന്റെ മുകളിൽ എടുത്തു വയ്ക്കുന്ന വിക്കിയുടെ പെർഫോമൻസ് ആണ്. സെക്കൻഡ് ഹാഫിൽ വന്നു കഴിയുമ്പോൾ പുള്ളിയുടെ കുറച്ച് ടോർച്ചർ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അക്ഷയ് ഖന്നയുടെയാണ്. ഔറംഗസേബ് എന്ന മുഗൾ രാജാവായിട്ടാണ് അക്ഷയ് ഖന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അടിപൊളിയായിരുന്നു പുള്ളി നമുക്ക് ശരിക്കും മനസ്സിലാവില്ല, അതുപോലത്തെ മേക്കപ്പാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടില്ല, നമുക്ക് ഓരോ ആക്ടേഴ്സിനെ വയസ്സാക്കി കഴിയുമ്പോൾ നമ്മൾ പപ്പടം ഒട്ടിച്ച പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഇതിലെ മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചുളിവും കാര്യങ്ങളും ഹെയറും എല്ലാം അടിപൊളിയായിരുന്നു. അക്ഷയ് ഖന്ന ഔറംഗസേബ് എന്ന കഥാപാത്രമായിട്ട് ജീവിക്കായിരുന്നു തന്നെ പറയേണ്ടി വരും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിയെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫിലിമിൽ നായികയായിട്ട് വരുന്ന രശ്മിക മന്ദനയാണ്. നല്ല രസമായിരുന്നു രശ്മികനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക. കോസ്റ്റ്യൂമും മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു. ഫിലിം നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വിക്കി കൗശലിന്റെ ഒരു എൻട്രി സീനുണ്ട്. എൻട്രി സീനും ആ ഫൈറ്റും ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. ആ എൻട്രി സീനും ആ ഫൈറ്റും കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് കൊടുത്ത പൈസ മുതലായി എന്ന് പറയേണ്ടി വരും. അത്രയും നല്ല കിടിലൻ കൊറിയോഗ്രാഫിയും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഫൈറ്റ്സും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ ഇവര് കുറച്ച് ഫൈറ്റുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ലോജിക്കലി അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഏച്ച് കെട്ടിയ ഒരു ഫീലായിരുന്നു. അവസാനത്തെ ഒരു അരമണിക്കൂറത്തെ പോർഷൻസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഇമോഷണലി നമ്മൾ വിക്കി കൗശലിന്റെ ക്യാരക്ടറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും. അപ്പൊ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, ആ രാജാവിനോടുള്ള ഒരു സ്നേഹം നമുക്ക് ഭയങ്കര ഫീൽ ആവും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആ ഫിലിം എടുത്തു വെച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറെ നാൾ കൂടി നല്ലൊരു ഹിന്ദി ഫിലിം കണ്ട ഒരു സംതൃപ്തിയാണ് എനിക്ക് ഛാവ എന്ന സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.